ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഏദം 7 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജോനുവിനൊരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കുറേ അധികം ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ പൈസ കിട്ടും, നാളെ തന്നെ പൈസ കിട്ടും എന്ന് പറഞ്ഞ് കുറേ കളിയാക്കലുകളും അതുപോലെ തന്നെ കുറേ കുറേ പേർക്ക് പുച്ഛം മാത്രമായിരുന്നു. ആ വീഡിയോ തുടങ്ങിയിട്ട് ഇപ്പം നാളെ തന്നെ അവളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പണം വന്ന് ഇളകാൻ പോവാണ്, ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചാനൽ തുടങ്ങണേ, ഈ യൂട്യൂബ് കൊണ്ട് എന്ത് കിട്ടാനാണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇതാ കൊറോണ സമയത്താണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടി വീട്ടിൽ അടഞ്ഞിരുന്നപ്പോൾ നമുക്ക് ഓരോരോ ഫ്രസ്ട്രേഷനുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ്റെ കൂട്ടത്തിൽ തോന്നിയൊരിതാണ്, എന്നാൽ പിന്നെ നമുക്കും എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ ആവാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു സെറ്റിങ്സോട് കൂടിയാണ് ഞാനത് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് പറയണത് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ ഇടും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടില്ല, അങ്ങനത്തെയൊക്കെ സെറ്റപ്പായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് നാൾ ഇട്ടായിരുന്നു, പിന്നെ ഞാനത് നിർത്തി. പിന്നെ വീണ്ടും ഇടയ്ക്ക് പറയുന്ന പോലെ ഒരു സ്ക്രൂ കയറിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നാൾ വീഡിയോ ഇട്ടു. കുറച്ചൊന്ന് റീച്ചായി വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് മടുത്തു. കാരണം എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്തിനാണ് വീഡിയോ ഇടണേ, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഈ അൾട്ടിമേറ്റ് പുച്ഛവും. അപ്പോൾ പിന്നെ നമ്മളത് മെല്ലെ ഞാനത് അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് 2 ദിവസം മുന്നേ ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ജോന് ചെറുതായിരുന്നപ്പോൾ വീഡിയോ കണ്ടത് കേട്ടോ. അതായത് അവൻ കുഞ്ഞിതായിരുന്നപ്പോൾ അവൻ്റെ കുട്ടി മൊമെൻറ്റ്സൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഇപ്പോൾ അവന് 5 വയസ്സായി. അപ്പോൾ അവൻ്റെ 1 വയസ്സ് തൊട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ 2 പേരുടെയും ഒരു ജോനുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എത്ര പെട്ടെന്ന് വളർന്ന് വലുതായി, 5 വയസ്സുള്ളൊരു കുട്ടിയായി നിൽക്കണം കണ്ടപ്പോൾ, ക്യൂട്ടായിട്ടുള്ള അവൻ്റെ കുഞ്ഞ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആകെ കൂടി സന്തോഷമാണോ സങ്കടമാണോ അതൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ അവന് ആ വീഡിയോ കാണിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അവൻ്റെ വീഡിയോസൊന്നും അവൻ യൂട്യൂബിൽ അവൻ എൻ്റെ കൂടെ വീഡിയോസൊക്കെ ചെയ്യാൻ വരുമായിരുന്നെങ്കിലും അവൻ്റെ വീഡിയോസൊന്നും അവനെ ഞാൻ യൂട്യൂബിൽ ഇട്ടത് അപ്ലോഡായിട്ടുള്ളതൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല. അവൻ എൻ്റെ കൂടെ എന്തൊക്കെയോ ചെയ്യുന്നു പോകുന്നു, ആ ഒരു സെറ്റപ്പ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറുതായിരിക്കുമ്പോൾ ഒന്നും അറിയത്തുമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അവൻ്റെ വീഡിയോ ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്താണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അവൻ്റെ ആ എക്സ്പ്രഷൻ എടുത്താണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതാണ് എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് കൊണ്ടുള്ള എൻ്റെ ബെനിഫിറ്റ് അതാണ് കേട്ടോ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ, ഇതും ഞാനൊരു വീഡിയോ ആയിട്ട് ക്യാപ്ചർ ചെയ്യാണ്. കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ അവനത് കാണുമ്പോൾ അവനും അറിയണമല്ലോ അവൻ്റെ ചെറുതിലെ. കാരണം ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എന്തോരം എടുക്കാൻ പറ്റും, എന്തോരം നമ്മുടെ ഫോണിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എന്നാലും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് വെക്കുമ്പോൾ വളരെ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. പിന്നീട് കാണുമ്പോൾ ഭയങ്കര രസമോ പണ്ടൊന്നും ഇത് അറിയണ്ടായിരുന്നില്ല പണ്ടത്തെ ആൾക്കാർക്ക്. അപ്പോൾ ഇന്ന് അറിയണവരൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ കോടികൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവർക്കൊക്കെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിക്കോ, ഒന്നും പറ്റില്ല എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതേ ജോനു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ജോനുവിനുള്ള സർപ്രൈസിൻ്റെ കാര്യം പറയാൻ പോവാണ് കേട്ടോ. ഇന്ന് ജോനുവിനൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നറിയോ, ജോനു പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ്. ഓക്കെ, നോക്കാം എന്താണെന്ന് നോക്കാം. ജോനുവിന് ഇന്നേ അമ്മ ഒരു സംഭവം കാണിച്ചു തരാൻ പോവാണ്. എന്താണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ അവൻ്റെ എക്സ്പ്രഷൻ എടുക്കാം കേട്ടോ. അവനിപ്പോൾ സ്കൂൾ വിട്ട് വന്നോളൂ. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ചാനൽ. കുറേ ജോനുവിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ളൊരു വീഡിയോസാണ്, ഒരു വീഡിയോ ആണ് ഞാനവന് കാണിച്ചു കൊടുക്കാൻ പോണേ. ഇതാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോസ്. ഈ വീഡിയോ നമുക്ക് അവനെ കാണിച്ചു കൊടുക്കാം. ഇതാണ് ജോനു, നോക്ക്, ഇതാണ് ജോനുവിനുള്ള സർപ്രൈസ്. നോക്കിക്കേ, ഇതാരത്? ബില്ലുവാ?
അതേ നമ്മൾ ഇനി പല്ല് തേക്കാൻ പോവാണ് കേട്ടോ. രാവിലത്തെ ബാത്റൂമൊക്കെ കഴിഞ്ഞിട്ട് ഇനി പല്ല് തേക്കട്ടെ. നാശനോട് കാറ് കിട്ടിയിട്ട് കാറിങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. വെച്ചപ്പോഴേ കൊക്കമല്ലേ അമ്മ ആക്കിയിട്ട് വെച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് ഒരുത്തൻ എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ജോനു വീഡിയോ പറയും? നല്ല വീഡിയോ ആണോ? ജോനു ഉണ്ണിയായിരിക്കുമ്പോ എങ്ങനെ സൂപ്പർ ഉണ്ണിയായിരുന്നോ ജോനു? അമ്മയുടെ ഉണ്ണി സൂപ്പർ ആയിരുന്നാ? ജോനു ഇഷ്ടായ? ജോനു ഇനി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞത് കാണുമ്പോ ഇതിലും നല്ല രസമായിരിക്കും. കണ്ടാ ഉണ്ണിയായിരിക്കുമ്പോ ജോനു എന്തൊക്കെയാ ചെയ്തേന്ന് കണ്ടാ? ഇഷ്ടായ? വീഡിയോ ഇഷ്ടായ? അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം അല്ലേ? ടാറ്റ കൊടുക്ക്.